ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്ന് വിചാരിച്ചു കേട്ടോ. പ്രത്യേകിച്ച് ആമിക്കുട്ടിയുടെ ഡ്രസ്സുകൾ, കുഞ്ഞിത് മുതലേ ഉള്ള കുറേ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഒരേ കൊട്ടയിൽ ഇങ്ങനെ ആക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആമിക്കുട്ടി ഉറങ്ങണ സമയത്ത് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ വലിച്ച് നിലത്തേക്ക് ഇട്ടു. കണ്ടില്ലേ, ഒരു കൊട്ട നിറച്ചുള്ള കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകളാണ്. അപ്പോൾ ഇതിൽ കുറേ കറ പിടിച്ചതും കുറേ കീറിയതും പിന്നെന്താ കൊള്ളാത്തതും എന്താ ലൂസായതും അങ്ങനെ കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഉപയോഗിക്കണത് മാത്രം എടുത്ത് വെച്ചിട്ട് ബാക്കിയൊക്കെ കളയാമെന്നോ. എന്തായാലും ഇപ്പോൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ആൾക്കാരിങ്ങനെ മേടിക്കാൻ വരികയായിരുന്നു കുഞ്ഞുമക്കളുടെ ഡ്രസ്സുകളൊക്കെ. അത് അവർ കറ പിടിച്ചതാണെങ്കിലും കൊള്ളാത്താണെങ്കിലും ഒക്കെ അവർ മേടിച്ചിട്ട് പോകുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും പറ്റത്തില്ല. ഇപ്പോൾ അവർക്കൊക്കെ പുതിയ ഡ്രസ്സുകൾ തന്നെ വേണം. അവർ നോക്കിയിട്ട് അതൊക്കെ എടുക്കത്തുള്ളൂ. അപ്പോൾ വിചാരിച്ചു ഇങ്ങനത്തെ ഡ്രസ്സുകളൊന്നും അവരെന്തായാലും യൂസ് ആക്കത്തില്ല, ഒക്കെ ഒരുമിതം നാശമായിരിക്കണം. അപ്പോൾ കുറേയൊക്കെ ഞാൻ ഒഴിവാക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് വെക്കുകയാണ്. അതേപോലെ തന്നെ എൻ്റെ ഡ്രസ്സുകളും ഒരുപാട് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒക്കെ മാറ്റി സെപ്പറേറ്റ് ആക്കിയിട്ട് വെക്കണം. അപ്പോൾ ഞാനത് എൻ്റെ ഉള്ളതൊക്കെ അലമാരയുടെ ഉള്ളിലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പുറത്തോട്ട് ഇട്ടിട്ട് ഒക്കെ നല്ല വൃത്തിക്ക് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ എത്ര മടക്കി വെച്ചാലും എൻ്റെ സ്വഭാവം എന്താണെന്നറിയോ, ഒറ്റ വലിക്കൊക്കെ ഞാൻ താഴ്ത്തിക്കിടും. അതാണ് എന്താ പറയുക, എനിക്ക് മടക്കി വയ്ക്കുക ഒരു സുഖമില്ലാത്തത്. എപ്പോഴും ഞാൻ വിചാരിക്കും മടക്കി നല്ല ഭംഗിയിൽ വൃത്തിക്ക് വെക്കണം. പക്ഷെ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് പരതുമ്പോഴേ ഒക്കെ ഞാൻ ഒക്കെ അലങ്കോലാക്കിയിട്ടിട്ടാണ് പിന്നെ പോകാറുള്ളത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എനിക്ക് യൂട്യൂബിൽ നിന്ന് കുറച്ചാണെങ്കിലും ചെറിയൊരു വരുമാനം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെയായിട്ട് മോണിറ്റൈസേഷൻ ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കൂലേ, അയ്യോ ഇതെങ്ങനെയാണ് മോണിറ്റൈസേഷൻ ആവാതെ എങ്ങനെയാണ് എനിക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് വരുമാനം കിട്ടണതെന്ന്. എനിക്ക് ചെറിയൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നൊരു എന്താ പറയുക ഏണിങ്സാണ്. എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നടത്താനായിട്ട് എനിക്ക് ആ തുക എനിക്ക് സഹായിക്കുന്നുണ്ട്. എനിക്ക് മോണിറ്റൈസേഷൻ ആയില്ലെങ്കിലും എനിക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്. എനിക്ക് ധൈര്യപൂർവ്വം പറയാനായിട്ട് എനിക്കിപ്പോൾ സാധിക്കും. എനിക്കിപ്പോൾ യൂട്യൂബും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എനിക്കിപ്പോൾ ഈ ഏണിങ്സ് എനിക്ക് ഇവിടെ നിന്നും കിട്ടത്തില്ല. ഞാൻ എത്ര പണിയെടുത്താലും എനിക്ക് എന്താ പറയുക, ഒരു മാസം മുഴുവൻ ഞാൻ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്താലും കിട്ടാത്തൊരു തുകയാണ് എനിക്കത്. എനിക്കിപ്പോൾ ആ തുക വലിയൊരു വില തന്നെയാണ് കേട്ടോ. എനിക്ക് മാസം 4 ദിവസം മാത്രം വർക്ക് ചെയ്താൽ മാത്രം മതി. എനിക്ക് എന്താ പറയുക, എൻ്റെ ആവശ്യങ്ങളും എൻ്റെ മോളുടെ ആവശ്യങ്ങളും പെട്ടെന്ന് പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ ചിലവാക്കാനൊക്കെ എനിക്കിപ്പോൾ കഴിയും. കാരണം യൂട്യൂബ് കാരണം കൊണ്ട് തന്നെയാണ് കേട്ടോ, യൂട്യൂബ് ഉള്ളത് കാരണം കൊണ്ട് തന്നെയാണ്. എന്താ പറയുക, കുറേ ഞാൻ വിഷമിച്ചിട്ടുണ്ട്. ഈശ്വര, എൻ്റെ യൂട്യൂബ് മോണിറ്റൈസേഷൻ ആയിട്ടില്ലല്ലോ, എത്ര കഷ്ടപ്പെട്ടു. വർഷങ്ങളോളം, ഇപ്പോൾ 2 വർഷത്തോളമായ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. 1 വർഷമായിട്ടുള്ളൂ റെഗുലറായിട്ട് വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇതുവരെയായിട്ട് ഹാഫ് മോണിറ്റൈസേഷൻ ആയിട്ടേ ഉള്ളൂ, ഫുൾ മോണിറ്റൈസേഷൻ ആയിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോൾ അത് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോഴാണ് എൻ്റെ ദൈവം പോലെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടത്. എന്താ പറയുക യൂട്യൂബ് ചാനലിൽ എനിക്ക് 8K+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. എനിക്കിപ്പോൾ യൂട്യൂബും ഇല്ല, ഒന്നുമില്ലെങ്കിൽ എനിക്കിപ്പോൾ ഈ ഏണിങ്സ് കിട്ടത്തൊന്നുമില്ല. ഞാൻ ജോലിക്ക് തന്നെ പോകണം, ദിവസങ്ങളോളം ജോലിക്ക് പോകണം. അപ്പോൾ ഈ ആമീനെയും വെച്ചിട്ട് ജോലിക്ക് പോകാമെന്ന് പറയണത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. കുഞ്ഞു മോളാണ്, ഫീഡ് ചെയ്യുന്ന മോളാണ്. അവളൊന്ന് ഒരു നിലയിലെത്തണം എന്ന് വെച്ചാൽ ഒരു സ്കൂളിൽ പോകാനുള്ളൊരു ഇതിലൊക്കെ എത്തണം. പിന്നെ അതുമാത്രമല്ല, ഞാൻ TTC കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ട്രെയിനിങ് ആവാറായി. അപ്പോൾ അതും ഒരു വഴിക്ക് നടക്കുന്നു, ഇതും ഒരു വഴിക്ക് നടക്കുന്നു. എന്തോ ഭാഗ്യം, വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു. ദൈവത്തിൻ്റെ കയ്യിലാണ് എല്ലാതും ഉള്ളത്. എപ്പോൾ വേണമെങ്കിലും എന്താ പറയുക, അവതാളത്തിലാവാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ആ വിശേഷം അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ നൈറ്റ് ആയപ്പോൾ പിസ്സ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തൊക്കെയോ പലഹാരങ്ങളൊക്കെ ഉണ്ട്, എള്ളുണ്ട, കൊള്ളി വറുത്തതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കഷ്ണം അമ്മയ്ക്ക് വെച്ചിട്ട് ബാക്കി കഷ്ണം ഞാനും അമ്മയും കൂടിയിട്ട് തട്ടിവിട്ടു. പിന്നെ മോളേനെ നിറച്ച് കൊതു കടിച്ചേക്കുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല കൊതു ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ ഗുഡ് നൈറ്റ് ഇടാനും മറന്നു പോയി. പെട്ടെന്നാണ് കുഞ്ഞു കൊതുക്കളുണ്ടല്ലോ, അത് വന്നിട്ടാണ് കേട്ടോ മോളെ കടിച്ചിട്ടുണ്ടായിരുന്നത്.
കൈമ നിറച്ച് ഇങ്ങനെ പൊള്ളച്ച് നിൽക്കുമായിരുന്നു. എൻ്റെ ഭാഗ്യം അവൾക്ക് അങ്ങനെ പാട് വരത്തൊന്നുമില്ല. കൊതുക് കടിച്ചാൽ കുഞ്ഞിലേ കൊതുക് കടിച്ച പാട് വരുമായിരുന്നു, കറുത്ത കളറ്. അപ്പോൾ കൊതുക് കടിച്ചാൽ മാറാനുള്ളൊരു ക്രീം എൻ്റെ കയ്യിലുണ്ട്, ഓയിൻമെൻറ്റ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാനിന്നാ വിചാരിച്ചത് മേല് കഴുകിക്കുക, ചൊറിയുന്നുണ്ട് അവൾക്ക്. അപ്പോൾ മേല് കഴുകിക്കുക, എന്നിട്ട് സുന്ദരിയാക്കിയിട്ട് നിർത്താമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോഴും പലരും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് മോണിറ്റൈസേഷൻ ആയിട്ടില്ല, പൈസ കിട്ടുന്നില്ല. എല്ലാവരും ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ആദ്യമൊക്കെ എന്താ പറയുക, വെറുതെ ഫൺ ടൈമിനാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും. പിന്നെ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങുമ്പോഴാണ് അയ്യോ ഇതുവരെയായിട്ട് മോണിറ്റൈസേഷൻ ആയില്ലല്ലോ, നമ്മൾ എത്ര കഷ്ടപ്പെട്ട് വീഡിയോസ് ഇടുന്നതാണ് എന്നൊക്കെ വിചാരിക്കുന്നത്. സാധാ വീട്ടമ്മമാരായിരിക്കും എത്ര പേരുടെ വീഡിയോസ് ഞാൻ കണ്ടേക്കണമെന്ന് അറിയാം, മോണിറ്റൈസേഷൻ ആയിട്ടില്ല, ഞാൻ എന്ത് ചെയ്യും, ഞാൻ യൂട്യൂബ് ചാനൽ നിർത്താൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നും കേട്ടോ. അത് എൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിരുന്നു. സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടുന്നുണ്ട്, പക്ഷെ തീരെ വ്യൂസ് ഇല്ല, ലോങ് വീഡിയോയ്ക്ക് തീരെ വ്യൂസ് ഇല്ല, എന്താ പറയുക, മോണിറ്റൈസേഷൻ ആവുന്നില്ല. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് അല്ലേ. കാരണം നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ്, നമ്മൾ വെറുതെ ഇരുന്നിട്ട് വീഡിയോ എടുത്ത് ഇടല്ല. ഒരു ദിവസം മുഴുവനും വീഡിയോ എടുത്ത് അത് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞ് വോയിസ് ഓവർ കയറ്റി എഡിറ്റ് ചെയ്ത് തംബ്നെയിൽ ഉണ്ടാക്കി അത് ഇത്രയും നെറ്റ് നമ്മൾ കളഞ്ഞ് പോസ്റ്റാക്കി, എന്നിട്ട് അതിന് തീരെ വ്യൂസ് ഇല്ല എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തായാലും ഒരു വിഷമം തോന്നൂലേ. അതങ്ങനെയാണ്, കഷ്ടപ്പെട്ടവർക്ക് അതിൻ്റെ വില അറിയത്തുള്ളൂ എന്ന് പറയില്ലേ. കഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ കൂലി കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഒരു ഇതാണ് അല്ലേ. എന്നെങ്കിലും നമുക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുമായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു കൊച്ചു സന്തോഷം നിങ്ങളോട് പങ്കുവെക്കണമെന്ന് തോന്നി. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ.